ലൈവിലിരുന്ന് ജാസ്മിനും ഗബ്രിയും അപ്സര, ശ്രീരേഖ, നന്ദന എല്ലാവരും ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അവരവിടെ ഇരുന്ന് സംസാരിക്കുന്നത് എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ വിന്നർ ആവുന്ന സമയത്ത് ആര് വിന്നർ ആവും എന്നൊരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ജാസ്മിൻ വിന്നർ ആയി കഴിഞ്ഞാൽ അവിടെ എന്താണ് ഉണ്ടാവുക എന്നുള്ള ഒരു ചോദ്യമാണ്. ആ സമയത്ത് ഇവർ തമ്മിൽ ഇത് മുൻകൂട്ടി കരാർ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്, ജാസ്മിനും ഗബ്രിയും തമ്മിൽ. അപ്പൊ ഗബ്രി പറയുന്നുണ്ട്, നീ വിന്നർ ആയി കഴിഞ്ഞാൽ എനിക്ക് തന്ന വാക്ക് മറക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട്, ഞാൻ വാക്കൊന്നും തെറ്റിക്കില്ല, ഞാൻ വിന്നർ ആയി കഴിഞ്ഞാൽ നിനക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട്. ഇവരുടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ വിന്നർ ആയി കഴിഞ്ഞാൽ അതിന്റെ പകുതി എമൗണ്ട് അവിടെ ഗബ്രിക്ക് കൊടുക്കാം എന്നുള്ളതാണ് കരാറ്. ഒരു തമാശയായിട്ട് എനിക്ക് തോന്നുന്നില്ല, വളരെ സീരിയസ് ആയിട്ടാണ് അവരവിടെ സംസാരിക്കുന്നത്. ഞാൻ വിന്നർ ആയി കഴിഞ്ഞാൽ നിനക്ക് പകുതി ക്യാഷ് കിട്ടിയിരിക്കും എന്നുള്ളതാണ് ജാസ്മിൻ അവിടെ പറയുന്നത്. അപ്പോൾ സത്യത്തിൽ ഇവരൊരു കണ്ടീഷൻ വെച്ച് ഗെയിം കളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് പിന്നെ അതുപോലെ തന്നെ അപ്സരയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ വിന്നർ ആയി കഴിഞ്ഞാൽ നീ എനിക്ക് 5 ലക്ഷം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്സര എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്സര അവിടെ ഒന്നും മിണ്ടുന്നില്ല, ഒരു റിയാക്ഷനും ഇല്ലാതെയാണ് അപ്സര അവിടെ ഇരുന്നത്. എന്നിട്ട് ഗബ്രി പറയുന്നുണ്ട്, ഗബ്രി വിന്നർ ആയി കഴിഞ്ഞാൽ ആ സമയത്ത് എന്റെ ഒപ്പം സ്റ്റേജിലുള്ള, അതായത് ടോപ്പ് 5 വരുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചു കൊടുക്കും, അത് എല്ലാവർക്കും ഞാൻ കൊടുക്കും, അത് ആരുടെ അടുത്ത് പറയില്ല, അത്രയും നല്ലൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ ഇരുന്ന് കളിയാക്കുന്നുണ്ട്, വല്ല ചാക്കും വെട്ടിയിട്ട് വല്ല കാട് പോലെ ആക്കിയിട്ടൊക്കെ കൊടുക്കാനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ട്. എന്തായാലും അവര് അവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്നത് അവിടെ ടോപ്പ് 5ഉം അതുപോലെ വിന്നർ ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ അവിടെ ശ്രീധുവിനും അർജുനെ കുറിച്ച് സംസാരിക്കുന്ന പോലെ തോന്നി എനിക്ക്. ഇവര് കോഡ് ഭാഷ ഉപയോഗിച്ച് സംസാരിക്കുന്നുണ്ട്. അവിടെ കോംബോ സീൻസിനെ കുറിച്ച് പറയുമ്പോൾ അപ്സര പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിയില്ല ഏതാണ് ഇവിടുത്തെ ബെസ്റ്റ് കോംബോ എന്ന് അറിയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ ഇവര് പറയുന്ന കോംബോ അല്ല. അപ്പൊ അപ്സര അത് തിരുത്തി കൊടുക്കുന്നുണ്ട്, ഈ കോംബോ ആണെന്ന്. പക്ഷെ അത് നമുക്ക് ക്ലാരിറ്റിയോട് കൂടിയല്ല അവർ പറയുന്നത്. അപ്പൊ ഈ കോംബോയാണ് ഇവിടുത്തെ വലിയ ഹിറ്റ് എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്, അതിനുള്ള ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ അവിടെ പറയുന്നുണ്ട്, ഇന്ന് അയാൾ ഉണ്ടാക്കിയ പ്രശ്നം ഉണ്ടല്ലോ, അത് ആ വ്യക്തിനെ ഉദ്ദേശിച്ചാണ് എന്നാണ് പറഞ്ഞത്. അതായത് ജിൻഡോ ഉണ്ടാക്കിയ പ്രശ്നം, അതായത് അവിടെ ശരിക്ക് കളിക്കാതിരുന്നത് ശ്രീധു ആണ്. ആ ശ്രീധു ശരിക്ക് കളിക്കാതിരുന്നതിന്റെ കുറ്റമാണ് ജാസ്മിനും കൂടി വന്നത് എന്നുള്ള തരത്തിലാണ് ജാസ്മിൻ അവിടെ സംസാരിച്ചത്. അപ്പോ അവിടെ ശ്രീധുവിന്റെ അടുത്ത് കലിപ്പിലാണെന്ന് തോന്നുന്നു ജാസ്മിൻ. അപ്പോൾ അതിനുള്ള ഞാൻ കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവിടെ സംസാരിക്കുന്നതായിട്ട് ഫീൽ ചെയ്തു. എന്താണെന്നറിയില്ല, എനിക്കത് ഫുൾ ക്ലാരിറ്റി കിട്ടിയില്ല ഇവർ കോഡ് ഭാഷ ഉപയോഗിച്ച് സംസാരിക്കുന്നത് കൊണ്ട്. പക്ഷെ എന്തായാലും ഇവിടെ ഇങ്ങനൊരു കാര്യം അവർ പറയുന്നുണ്ട്, ഗബ്രിയും ജാസ്മിനും അവിടെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ 50-50 ആണ് എമൗണ്ട് ഷെയർ ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുള്ളത്.